മൂൺ ഗോഡസ് കൗച്ചർ എന്ന കേരളത്തിലെ ഓൺലൈൻ ബുട്ടീക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും വൈറൽ റീലുകളുമുള്ള ഈയൊരു ബ്രാൻഡിനെതിരെ നിരവധി ഉപഭോക്താക്കൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പരാതികളും നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉയരുന്ന പരാതി ഓർഡർ ചെയ്ത വസ്ത്രങ്ങൾ ആ ഒരു ഡെലിവറി ടൈമിൽ കറക്റ്റായിട്ട് ലഭിക്കാത്തതാണ്. 3 മുതൽ 12 മാസം വരെ ഡെലിവറി വൈകിയതായിട്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചാലും കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കസ്റ്റമർ സർവീസാണെന്നും പരാതിപ്പെട്ടിട്ടുണ്ട്. ചില കേസുകളിൽ റീഫണ്ടും ഉൽപ്പന്നം ലഭിക്കാൻ ഏറെ വൈകുന്നു എന്നുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട്. പല കസ്റ്റമേഴ്സും പറയുന്നത് മെസ്സേജുകൾക്കൊന്നും ഇവർ മറുപടി തരത്തില്ല, ഫോൺ വിളിച്ചാൽ പ്രതികരിക്കില്ല, വൈകിയതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകാറുണ്ട് എന്നും പറയാറുണ്ട്. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയോ കമൻറ്റ് സെക്ഷൻ നിയന്ത്രിക്കുകയോ ചെയ്തതായും ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയാറുണ്ട്. പിന്നെ ചില ഉപഭോക്താക്കൾ ഇവരുടെ വസ്ത്രത്തെ പറ്റിയും പറയാറുണ്ട്. സ്റ്റിച്ചിങ്, ഫിനിഷിങ്, ഫാബ്രിക് ക്വാളിറ്റി ഒക്കെ വളരെ കുറവാണെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായിരുന്നുവെന്നും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ചിലർക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നുവെന്നും ചർച്ചകളിൽ പറയുന്നുണ്ട്. അതിനാൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഒരേ അനുഭവങ്ങളാണെന്ന് പറയാൻ കഴിയത്തില്ല. ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യം ഭയങ്കര ശക്തമാണ്. സ്ഥിരമായി വൈറൽ റീലുകളാണ് ഇവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നത്. നല്ല ഒരു റേറ്റ് ഓഫ് ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. നല്ല രീതിയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടത്തി തന്നെയാണ് ഇവരുടെ കൗച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ചില കസ്റ്റമേഴ്സ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബ്രാൻഡ് ഇമേജും വാങ്ങൽ അനുഭവവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ്. ഇത് ഓൺലൈൻ ചർച്ചകളിൽ പ്രധാന വിഷയമായിട്ട് മാറിയിട്ടുമുണ്ട്. 2024 നടി അശ്വതി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 100-ലധികം ദിവസം കഴിഞ്ഞിട്ടും ഓർഡർ ലഭിച്ചിട്ടില്ല എന്ന് പരാതിപ്പെട്ടിരുന്നു. അന്ന് ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ കൺസ്യൂമർ ഫോറങ്ങളിലടക്കം ഇവർക്കെതിരെ ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട്. ഒന്ന്, ഡെലിവറി പോകാത്തത്, പിന്നെ റീഫണ്ട് ലഭിക്കാത്തത്, പിന്നെ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് പരാതികൾ പോയിട്ടുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില ഗുരുതര ആരോപണങ്ങൾ ഓൺലൈൻ ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളാണ്. 2026 ജൂലൈ 17 കേരളത്തിലെ ഒരു ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതായത് ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ, ഒരു പരാതിക്കാരിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹത്തിനായി 2 ഡ്രസ്സുകൾ ഇവർ ഓർഡർ ചെയ്തു. പൂർണ്ണ തുകയും മുൻകൂട്ടി തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവർക്ക്. അപ്പോൾ ലഭിക്കാത്ത ഡ്രസ്സിൻ്റെ പണം പലതവണ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും തിരികെ കിട്ടിയില്ല. കമ്മീഷൻ ഇത് സേവനത്തിലെ വീഴ്ച ആയി കണക്കാക്കിയിട്ടുണ്ട്. തുടർന്ന് ബുട്ടീക്കിനെതിരെ 36,880 രൂപ സർക്കാർ നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കച്ചവടം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാനാണ് ഏതൊരു ആളും ശ്രമിക്കുക. പക്ഷേ ഈ ഒരു ഈ പേജിൽ തുടക്കം തൊട്ടേ പരാതികളുടെ ഒരു ബണ്ടിൽ ഓഫ് പരാതികളാണ് ഇവരുടെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേജിൽ നിന്ന് പിന്നെ ആൾക്കാർ ഓർഡറും ചെയ്യുന്നുണ്ട്. അതാണ് ഒട്ടും മനസ്സിലാവാത്ത ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യം. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇവർ പിന്നെ ഓർഡർ ചെയ്യുന്നതെന്നും അറിയത്തില്ല. മേ ബി ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, ചിലപ്പം പറ്റിയ റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ടാവാം. എന്തുകൊണ്ടായാലും ആളുകൾ പിന്നെ ഓർഡർ ചെയ്യുന്നുണ്ട്, പിന്നെ പരാതികൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരാൾ പരാതി കൊടുത്തു, നല്ല രീതിയിൽ മൂൺ ഗോഡൗസിന് പണിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 36,000 രൂപ പിഴ ഇവർക്ക് തിരികെ കൊടുക്കണം, നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണമെന്നാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അത് എന്നായാലും പുറത്ത് വരും എന്ന് നമ്മൾ വിശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായാലും ഇതുപോലുള്ള വീഡിയോസിനായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.